യെസ് മക്കളെ, നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്താലോ? ഒന്നാമത്തെ ചാപ്റ്റർ സെറ്റ് ആണ്. എന്തായിരുന്നു ഒന്നാമത്തെ ചാപ്റ്റർ ഓർമ്മയുണ്ടല്ലോ? നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഛട്പട് നട്ഖട്, അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മുടെ ചാപ്റ്ററിലെ രണ്ടാമത്തെ യൂണിറ്റ് 1 ചാപ്റ്റർ 2 ഏതായിരുന്നു? ചാപ്റ്റർ 2 നോക്കിയാലോ മക്കളെ? യെസ്, ഏതായിരുന്നു ചാപ്റ്റർ 2? യെസ്, എന്താണ്? ബഹുത് ദിനോം കെ ബാദ് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്റർ അല്ലെ. ബഹുത് ദിനോം കെ ബാദ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു കവിതയാണ്. നമ്മൾ ശ്രദ്ധിക്കുക, എന്താണ് ബഹുത് ദിനോം കെ ബാദ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിന്റെ ആസ്വാദൻ ടിപ്പണി എന്നുള്ളത് മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, ആസ്വാദൻ ടിപ്പണി കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഒരു പാറ്റേൺ അറിയാം അല്ലെ. നിങ്ങളുടെ ഒരു പാറ്റേൺ ഏകദേശം നിങ്ങൾക്ക് അറിയാം. സാധാരണ എങ്ങനെയാണ് ഒരു പാറ്റേൺ വരാറ്? ഒരു പാറ്റേൺ വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഒരു പാരഗ്രാഫ് തരും, അതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ നിന്നുള്ള ഗ്രാമർ ഉണ്ടാവും, എല്ലാം ആഡ് ചെയ്ത് വരുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. സെറ്റ് അല്ലേ? അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ, ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. യെസ് നോക്കാം. യെസ് മക്കളെ, നമുക്ക് നോക്കാം എന്താണ്. ഫസ്റ്റ് തന്നെ സൂചന, बहुत दिनों के बाद कविता की ये पंक्तियां पढ़े और प्रश्नों के उत्तर लिखे അല്ലേ. बहुत दिनों के बाद എന്ന് പറയുന്ന അതിലെ ഒരു 4-8 ലൈൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്താണ്? बहुत दिनों के बाद अब की मैंने जी भर देखी पकी सुनहली फसलों की मुस्कान बहुत दिनों के बाद अब की मैं जी भर सुन पाया दान कुटती किशोरियों की कोकिल कंडी तान बहुत दिनों के बाद. അപ്പൊ 4-8 ലൈൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലെ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഇൻമേം സേ വിശേഷൻ ശബ്ദ കോൺ സാ ഹെ. ഈ 4 തന്നിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ് ഫസൽ, താന്, ബഹുത്ത്, ധാൻ, 4 വേർഡ് തന്നിട്ട് അതിൽ ചോദിച്ചിരിക്കുന്ന ശബ്ദം എന്താണ്? വിശേഷൻ ശബ്ദം. ഒരിക്കലും ചിലപ്പോൾ ഈ ഒരു പാറ്റേൺ വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോകിൽ കണ്ടി താൻ എന്ന് തന്നിട്ട് അതിലെ വിശേഷണം എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എഴുതുമായിരിക്കും. ഇതൊരു വേറെ പാറ്റേൺ ആണ് മക്കളെ. എന്താണ് പാറ്റേൺ നോക്കാം. 4 വേർഡ്സ് അടിയിൽ തന്നിട്ടുണ്ട്. ബഹുത്ത് അല്ലെ, അതിലെന്താണ്? ബഹുത്ത്, താന്, ഫസല്, ധാന്, 4 വേർഡ് വന്നു അല്ലെ. ഇനി നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഇത് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും നമ്മൾ? എന്തെങ്കിലും ടെക്നിക് ഉണ്ടോ? യെസ്, എന്താണ് ടെക്നിക് എന്ന് വെച്ചാൽ നോക്ക്. ഫസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോപ്പ് ആണ്. താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ധുൻ, സൗണ്ട് എന്നാണ്. അതുപോലെ എന്താണ്? ധാൻ എന്താണ്? ധാന്യത്തെ പറ്റി പറയുമ്പോഴാണ് ധാൻ വരുന്നത് അല്ലെ. അപ്പോ ഇതിലെന്താണ് വരുന്നത് വെച്ചാൽ എന്താ കുഴപ്പം? ഇതിന്റെ നോക്കിയേ മീനിങ്ങിലെ ബഹുത്ത് എന്ന് പറഞ്ഞാൽ മാത്രമാണ് വളരെ ഒരു എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് അല്ലെ. അതിന് നമുക്ക് വളരെ അധികം എന്നൊക്കെ പറയുന്ന മീനിങ്ങിലേക്ക് കൂടുതൽ എന്നൊക്കെ ഒരു മീനിങ് ആവുമ്പം ഒന്നിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? അതായിരിക്കും അതിന്റെ ആൻസർ. എന്താണ് ആൻസർ? ബഹുത്ത് എന്നതായിരിക്കും അതിന്റെ ആൻസർ. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നൗനോ പ്രോനോണോ അല്ലാത്തൊരു വേർഡ് ആയിരിക്കും എന്ത് വരുള്ളൂ? അഡ്ജക്റ്റീവ് വരുള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്. ഇനി എന്താണ് മക്കളെ? സമാനാശയ വാലി പങ്ക്തി ചുൻകർ ലിഖേ എന്നാണ്. അതായത് 2 ലൈൻ തരും, അതിൽ നിന്ന് സമാന ആശയം വരുന്ന പങ്ക്തി എഴുതാനൊക്കെ ഉള്ളതായിരിക്കാം ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ദാൻ കുട്ടത്തി യുവതിയോം കി സുരീലി ആവാസ് മൻഭേം സുന അല്ലെ. എന്താണ്? ദാൻ കുട്ടത്തി അതായത് നെല്ല് കുത്തുന്ന പെൺകുട്ടികളുടെ, യുവതികളുടെ സുന്ദരമായ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് പോയത്തിലേക്ക് നോക്കാം. ഏതായിരുന്നു? എസ്. എന്താണ്? ദാൻ കുട്ടത്തി കിഷോരിയോം കി കോകിൽ കണ്ടി താൻ എന്നുള്ളതാണ്. അതാണ് ആൻസർ. നോക്കി, ദാൻ കുട്ടത്തി കിഷോരിയോം കി കോകിൽ കണ്ടി താൻ. ഓക്കെ ആണല്ലോ? ഇനി മക്കളെ ഇത് ശ്രദ്ധിച്ചോ. ഇതിലിങ്ങനെ തരികയാണ്. എന്താണ്? കോകിൽ കണ്ടി താൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് വിശേഷൻ ശബ്ദം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കോകിൽ കണ്ടി എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ട് കോകിൽ കണ്ടി താൻ എന്നുള്ളതിലെ കോകിൽ കണ്ടിയാണ് വിശേഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. സെറ്റ് അല്ലേ? യെസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസലോം കി മുസ്കാൻ സെ ക്യാ താത്പര്യ ഹെ. ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ്? പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. അപ്പൊ ഫസലോം കി മുസ്കാൻ സെ ക്യാ താത്പര്യ ഹെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം മക്കളെ. യെസ്. എന്താണ്? फसलों की मुस्कान से तात्पर्य है कि कवि अपने गांव में बहुत दिनों के बाद आता है. ओके आनलो. वह सोने के रंग का फसलों को देखता है, हरा भरा खेत बहुत സുന്ദർ ലഗ്താ ഹേ. ഓക്കെ ആണല്ലോ? അപ്പൊ അദ്ദേഹത്തിന് എന്താണ്? കുറെ കാലത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ ഗ്രാമത്തിലേക്ക് വരികയും അവിടെ എന്ത് ചെയ്തു? സ്വർണ്ണ നിറമുള്ള ആ എന്താണ് വിളകൾ കാണുകയും അദ്ദേഹത്തിന് മനസ്സിൽ വളരെ സന്തോഷം വരികയും ചെയ്തു. അതാണ് ഫസലോം കാ മുസ്കാൻ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്. ഇനി എന്താണ് അടുത്തത്? ഇതിലെ ഇമ്പോർട്ടന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏതൊരു കവിതയാണെങ്കിലും ഇമ്പോർട്ടന്റ് ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ആശയ ടിപ്പണി ആയിരിക്കും, അല്ലെങ്കിൽ സാരാംശം ആയിരിക്കും. അപ്പൊ എന്താണ് ഇവിടെ എന്താ ക്വസ്റ്റ്യൻ നോക്കി, കവി और कविता का परिचय देते हुए കവിതാംശ കാ ആശയ ലിഖേ. മക്കളെ, നിങ്ങൾക്ക് തരുന്ന പോർഷനിൽ നിന്നുള്ള കവിതാംശമാണ് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? there should be an introduction, there should be a conclusion,
അബൌട്ട് പോയറ്റ് ആൻഡ് ദ പോയം. ഈ രണ്ട് കാര്യങ്ങളും അതിൽ പക്കയായിരിക്കണം അല്ലെ. ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പോയറ്റിനെ പറ്റിയും പോയത്തിനെ പറ്റിയും ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം. हिंदी साहित्य के प्रगतिशील कवि नागार्जुन की अनूठी कविता है बहुत दिनों के बाद. कवि कई सालों के बाद अपना गांव में वापस आते हैं. वहां से कवि को क्या क्या अनुभव हुआ उसका मार्मिक चित्रण कविता के द्वारा प्रस्तुत किया है. കവി തന്റെ നാട്ടിലേക്ക് വളരെ നാളുകൾക്ക് ശേഷം അല്ലെ, വളരെ നാളുകൾക്ക് ശേഷം കവി തന്റെ ഗ്രാമത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് കവിക്ക് അനുഭവിച്ചിട്ടുണ്ടായ, അതിൽ അദ്ദേഹത്തിന് ഉണ്ടായ ആ ഒരു അനുഭവം, എ ഗുഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ നല്ല അനുഭവത്തെ എന്ത് ചെയ്തായിരിക്കാന്ന് ഹൃദയസ്പർശിയായ രീതിയിൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ വളരെ നല്ല ഭംഗിയായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കവിതയിലൂടെ നമ്മളിലേക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. യെസ്, ഇനി നമ്മൾ പറയുന്ന പോയിന്റിലേക്ക് നോക്കുക. നമ്മുടെ പോയിന്റ് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? कवि एक लंबे समय के बाद अपने चिरपरिचित गांव में आता है. गांव के सुनहली फसलों की मुस्कान देखता है, दान कूटती युवतियों की गीत सुनता है, मौलसरी के सुगंध सूंघता है, पगडंडी की चंदनवर्णी चूल छूता है और ताल मखाना और गन्ने का रस खाता है. അതിൽ നമ്മൾ ഈ പോയത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? കവിയിലെ ലംബേ സമയക്കെ ബീത്ത് മുതൽ ഏകദേശം ഇവിടം വരെ അല്ലെ. എന്താണ്? മൗൾസരിക്ക് തുടങ്ങുന്നതിന് മുമ്പ് വരെയുള്ള ഭാഗം ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പോയിന്റ് വേണമെങ്കിൽ കട്ട് ചെയ്യാം, കാരണം അത്ര ഭാഷ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എന്താണ്? കവി अपनी कविता के माध्यम से कवि कहता है कि എന്താണ്, एक लंबे समय के बाद अपने चिरपरिचित गांव में आता है और वहां എന്താണ്, सुनहली फसलों की मुस्कान देखता है और दान कूटती किशोरियों की എന്താണ്, सुंदर गीत सुनता है. देन कंटिन्यूएशन ചെയ്തിട്ട് നോക്കിയേ, എൻഡിൽ കൺക്ലൂഷൻ എങ്ങനെ വരണം? उपरिक्त पूरे पंक्तियों में कवि ग्रामीण वातावरण का वर्णन करते हैं. ഗ്രാമീണ വാതാവരണം, ഗ്രാമീണ ക്ലൈമറ്റിന്റെ അല്ലെങ്കിൽ ഒരു വില്ലേജിന്റെ ഒരു പിക്ചർ നിങ്ങളിലേക്ക് തരുന്നതാണ്. പ്രകൃതി പ്രേം को आधार बनाकर रखी हुई ये कविता बहुत सुंदर है അല്ലെ. പ്രകൃതി പ്രേമത്തെ അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഈ കവിത വളരെ ब्यूटीफुल ആണ്. പിന്നെ എന്താണെന്ന് നോക്കിയേ, शब्द रस रूप गंध स्पर्श आदि 5 बिंबों के माध्यम से ഗ്രാമീണ സൗന്ദര്യക്കോ വ്യക്തി കിയാ ഹെ. 5 മാധ്യമങ്ങൾ വെച്ചുകൊണ്ട്, 5 എന്താണ് ബിംബങ്ങൾ വെച്ചുകൊണ്ട്, അതാണ് ശബ്ദം, രസം, രൂപം, ഗന്ധം, സ്പർശം, ഇങ്ങനെയുള്ള 5 ബിംബങ്ങൾ വെച്ചുകൊണ്ട് ഗ്രാമീണ സൗന്ദര്യത്തിന്റെ വ്യക്തമായ ചിത്രം, വളരെ സുന്ദരമായ ചിത്രം തന്റെ കവിതയിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. കവിത की ഭാഷ बहुत सरल है, കവിത बहुत अधिक प्रासंगिक है. വളരെ റെലവന്റ് ആയ ഒരു പോയം കൂടിയാണ് ഏത്? बहुत दिनों के बाद. മക്കളെ ശ്രദ്ധിക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ ആണല്ലോ. ഈ അതായത് ഫുൾ ആസ്വാദൻ ടിപ്പണി നമ്മൾ പഠിച്ചു വെച്ചാൽ, ഈ ആസ്വാദൻ ടിപ്പണി നമ്മൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. ഇപ്പൊ നോക്കിയോ, നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കവിനെ ക്യാ ദേഖാ? बहुत दिनों के बाद कवि अपने गांव में वापस आते हैं. वहां कवि എന്താണ്, वापस आते हैं अपने गांव के सुनहली फसलों को मुस्कान देखता है. क्या देखता है എന്ന് ചോദിച്ചാൽ അവിടെ എഴുതാം. क्या सुनता है, क्या सूंघता है, എല്ലാത്തിനുള്ള ആൻസർ ഇതിൻ്റെ ഉള്ളിലുണ്ട് അല്ലെ. എന്താണ് കേൾക്കുന്നത്, എന്താണ് കാണുന്നത്, എന്താണ് സ്പർശിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ആസ്വാദന ടിപ്പണിയിൽ അടങ്ങിയിട്ടുണ്ട്. ആസ്വാദന ടിപ്പണി സെറ്റ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ മക്കളെ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. സൂചന बहुत दिनों के बाद कविता की ये पंक्तियां पढ़े और प्रश्नों के उत्तर लिखिए. 2 ലൈൻ തന്നിട്ടുണ്ട്. വീണ്ടും അടുത്ത ലൈൻ ഏതൊക്കെയാണ് മക്കളെ? बहुत दिनों के बाद मैंने जीबर सूंखे मौलसरी के ढेर ढेर से तासे ढड़के फूल. बहुत दिनों के बाद, बहुत दिनों के बाद अब की में जीबर छू पाया अपनी गंवई पगडंडी की चंदनवर्णी धूल. बहुत दिनों के बाद. ഓക്കെ ആണല്ലോ. തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഷുവറായിട്ടും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ജീഭർ കാ അർത്ഥ ക്യാ ഹെ? അതായത് ചില വേർഡ്സ് എന്താണ്, അതൊരു നമ്മളിലേക്ക് ഒരു ഇന്നർ മീനിങ്ങിനെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഒരു ഇന്നർ മീനിങ്ങിനെ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വേർഡിന് ഒരു വലിയൊരു അർത്ഥം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ ഒരു അർത്ഥത്തെ വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യും. പക്ഷെ എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മേ ഹൈരാൻ രഹുഗയ എന്നൊരു വേർഡ് ഉണ്ട്. അപ്പൊ ഹൈരാൻ രഹുഗയ എന്ന് വെച്ചാൽ എന്താണ്, ആശ്ചര്യപ്പെട്ടു പോവുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ, അങ്ങനെ ചില വേർഡുകളുടെ ഇന്നർ മീനിങ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അങ്ങനെ ഒരു വേർഡാണ് എന്ത്, ജീഭർ. അപ്പൊ ജീഭറിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. നോക്കിയേ, ഓപ്ഷനുകൾ കൊടുത്താൽ നോക്കി എന്തൊക്കെയാ മക്കളെ. എന്താണ്? മൻഭർ, ആംഖം ഭർ, ജീവൻ ഭർ, ദുനിയാഭർ. എന്താണ് ദുനിയാഭർ? ലോകം മുഴുവൻ, ജീവിതം മുഴുവൻ,
കണ്ണു നിറയെ, അതുപോലെ എന്താണ് മനസ്സ് നിറയെ എന്നുള്ളൊരു മീനിങ്ങിലാണ്. അതിലേതാണ് ജീഭർ എന്ന് പറഞ്ഞാൽ എന്താണ് മൻഭർ അല്ലെ, ദിൽഭർ മൻഭർ എന്നൊക്കെ പറയുന്ന രീതിയിൽ മനസ്സ് നിറയെ എന്നുള്ളതാണ് മക്കളെ അതിന്റെ അർത്ഥം. ഓക്കെ അല്ലേ? ഇനി അർത്ഥം നോക്കിയ മക്കളെ, ചന്ദനവർണ്ണി ധൂല് നിങ്ങൾക്കറിയാം, വിശേഷണം എഴുതാൻ പറഞ്ഞപ്പോ എന്താണ് നമുക്ക് ചന്ദനവർണ്ണി ധൂൽ എന്നുള്ളതിന് എന്ത് ചെയ്യാം, ചന്ദനവർണ്ണിയാണ്. അതുപോലെ തന്നെ ഇവിടെ താസേ ഢഡ്കെ ഫൂൽ എന്ന് തന്നാൽ എന്താണ്, താസേ ഢഡ്കെ എന്നുള്ളതാണ് എന്തിന്റെ വിശേഷൻ, ഫൂലിന്റെ വിശേഷൻ. സെറ്റ് അല്ലേ, റെഡി അല്ലേ? യെസ്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം മക്കളെ. അടുത്ത എന്താണ്, സമാനാശയ വാലി പങ്ക്തിയാം കവിതാസേ ചുൻകർ ലിഖിയേ എന്നുള്ളതാണ്. എന്താണ് സമാനമായ ആശയം വരുന്ന എന്താണ് ആ പങ്ക്തികളെ കവിതയിൽ നിന്ന് എടുത്തെഴുതുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഗാവ് കി ഗലിയോം കി സുൻഹലി ധൂലി കാ എഹസാസ് ഹുവാ. എന്താണ്, നമുക്ക് പുറകോട്ട് പോക്കിയാലോ മക്കളെ, എങ്ങനെയായിരിക്കാം ഗാവിലെ ധൂലിയുടെ യഥാർത്ഥ മുഖം മനസ്സിലായി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. അപ്പനി ഗവയി പകടണ്ടി കി ചന്ദനവർണ്ണി ധൂല് അല്ലെ, അപ്പനി ഗവയി പകടണ്ടി കി ചന്ദനവർണ്ണി ധൂൽ എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എന്താണ്, തൻ മനുക്കോ ഊർജാ ദേനെ വാലി ഖുശ്ബു ഫൈൽ ജാതി ഹേ. ശരീരത്തിനും മനസ്സിനും ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ശക്തി എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താണ് ആ ഒരു ഖുശ്ബു, ഒരു സുഗന്ധം പരക്കുന്നു എന്നുള്ള മീനിങ്ങിൽ ഏത് വെക്കാം നമുക്ക് മക്കളെ. തൊട്ടുമുകളിലേക്ക് നോക്കിയത് എന്താണ്, മൗൾസരിക്കെ ഢേർ ഢേർ സേ താസേ ഠഡ്കെ ഫൂൽ അല്ലെ, മൗൾസരിയുടെ ഇലഞ്ഞിയുടെ വളരെയധികം, അതായത് കൂടുതൽ ഇലഞ്ഞിപ്പൂക്കളുടെ ആ എന്താന്ന് പറയുമ്പോൾ ഫ്രഷ്നെസ്സിന്റെ ഒരു സുഗന്ധം എന്താണ് ഞാൻ മനസ്സ് നിറയെ എന്ത് ചെയ്തു, ആസ്വദിച്ചു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താണ്, അതാണ് അതിൽ പറയുന്നത്. എന്താണ് ഇനി വീണ്ടും ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ആ ലൈനിലേയും കൊടുത്തിട്ട് വീണ്ടും എന്ത് ചോദിച്ചു, കവി അവർ കവിത കാ പരിചയ ദേത്തെ ഹുയേ കവിതാംശ കാ ആശയ ലിഖേ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ മക്കളെ. എന്താണ് അത്, റിപ്പീറ്റേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം, അത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്രീവിയസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കവിതയുടെ പോർഷനിലേക്ക് കടക്കുക, കവിതയിലെ കവിയുടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം എന്താണ് നമ്മുടെ ഈ ഭാഗത്ത് പറയുന്നത് എന്താണ്, അബുക്കി മേനെ ജീബർ സുഖേ മൻഭർ സുഖ്താ ഹേ മൗൾസരി കെ ഢേർ സാരെ ഫൂൽ എന്നുള്ള കാര്യം പറയാം. അതുപോലെ തന്നെ ഗാവ് കി പകഡണ്ടി കി ചന്ദനവർണ്ണി ധൂലിന്റെ പോർഷൻ പറഞ്ഞതിന് ശേഷം ദർ ഷുഡ് ബി എ കൺക്ലൂഷൻ. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോ ഇതാണ് ഒരു പാറ്റേൺ നിങ്ങൾക്ക് വരുന്നത്. ഗ്രാമർ വരാം, വിശേഷൻ വരാം, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ വിശേഷനാണ് കൂടുതലായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നതിൽ ഒരു ഭാഗം. പിന്നെ നമുക്ക് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എന്ത് വരും, മെയിം നമ്മൾ എല്ലാ ചാപ്റ്ററിലും ഓരോ ചാപ്റ്ററും ഡിസ്കസ് ചെയ്യാറുണ്ടല്ലേ, മെയിമിന്റെയും അല്ലെങ്കിൽ ഹമ്മിന്റെയും ഒക്കെ പ്രയോഗം വരുന്ന ഗ്രാമർ വരാം. ലൈൻസ് തന്നിട്ട് എന്ത് ചെയ്യാം, അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയാം. അതുപോലെ ആശയവാലി ടിപ്പണി അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇതിന്റെ ആശയം എന്ന് പറയുന്നത് എന്താണ്, ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. യെസ്, ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ആശയ ടിപ്പണിയാണ്, കുറിപ്പാണ്. കുറിപ്പ് നന്നായി പഠിച്ചു വെക്കുക, ചാപ്റ്റർ വെൽ സെറ്റ് ആവുക മക്കളെ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഈ ചാപ്റ്ററിലെ ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പുസ്തകം വായിക്കുക, നന്നായിട്ട് നമ്മുടെ മെറ്റീരിയൽ വായിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ആണല്ലോ? യെസ്.